ഫ്രാൻസ് നമസ്കാർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. ഞാനൊരു സ്കോളറല്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതായത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പറയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിൽ. നോ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് നോട്ട് ഫെയിൽ, ബട്ട് ദി ഓപ്പറേഷൻ ഓഫ് സിസ്റ്റം ഈസ് റോങ്. കറക്റ്റാ, ഇത് കറക്റ്റ് ഓപ്പറേറ്റ് ആവുന്നില്ല. അതാരാണ് റെസ്പോൺസിബിലിറ്റി? കോമ്പറ്റന്റ് അതോറിറ്റീസ് ആർ ദർ. സെൻട്രലുണ്ട്, സ്റ്റേറ്റിലുണ്ട്. അവരതിന് മെനക്കെടില്ല. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ റിസ്ക് ജോബ്. പണിയെടുക്കണം, റിസ്ക് ആണ്. തലയിൽ എന്തെങ്കിലും വേണം. അതുകൊണ്ട് അവരാരും അതിന് മെനക്കെടില്ല. ഇപ്പോഴും 80 കൊല്ലം മുമ്പുള്ള ഇത് നമ്മൾ അതാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയോ, ഒരു കുട്ടി, ഇപ്പോൾ ഒരു സ്ത്രീ ലേബർ റൂമിൽ പ്രസവത്തിന് അഡ്മിറ്റ് ആയാൽ ഉടനെ ആ സ്ത്രീ എന്താണ് ആലോചിക്കാൻ തരുന്നത്? എനിക്ക് പ്രസവ സമയത്ത് വേദന വരുമോ? അതൊന്നല്ല അവരുടെ ആലോചന. പറക്കാൻ പോകുന്ന കുട്ടിയെ ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത്? ഏത് കൊടിയാ വാങ്ങേണ്ടത്? പോപ്പിയാണോ, സൂര്യാണോ? ബാഗ് ഏതാ വാങ്ങേണ്ടത്? ഓട്ടോ ബാലേട്ടനെ വിളിക്കണോ, ബാബുവേട്ടനെ വിളിക്കണോ, രാമേട്ടനെ വിളിക്കണോ? ഓട്ടോ, ഇതൊക്കെയാണ് അവരുടെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ 1ാം ക്ലാസ് ചെന്നാൽ, LKG UKG വിട്, 1ാം ക്ലാസ്സും കൂടി ചെന്നാൽ ഉടനെ ട്യൂഷൻ ടീച്ചർ തേടണം. അത് കറക്റ്റാണ്. ട്യൂഷൻ ടീച്ചർ ഇല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം സ്കൂളിൽ ഇമ്പോർട്ടന്റ് ശാസ്ത്രമേള, അത് ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് എന്തെല്ലോ സമരങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പം അവിടെ പഠിപ്പിക്കാൻ ടൈം ടീച്ചേഴ്സ് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ് അതെല്ലാം. അതിന് ഞാൻ ഒന്നും പറയുന്നില്ല അങ്ങോട്ട്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ പ്രൈമറി ടീച്ചേഴ്സോട് ഒരു മാസമെങ്കിലും ഈ കുട്ടിക്ക് ആകാശവും ഭൂമിയും സമൂഹവുമായിട്ടുള്ള ഫെമിലറൈസേഷൻ നടത്തണം. കറക്റ്റാ? എങ്കിലേ കുട്ടിക്ക് ഫർദർ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒന്ന് പറയാം. ഈയിടെ ഞാൻ എന്റെ റിലേഷൻ ഒരു കുട്ടി 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടി, അവനെ വിളിച്ചു ചോദിച്ചു, ഈ മരം ഏതാന്ന്? ഒരു മരം കാണിച്ചിട്ട് അവൻ പറഞ്ഞു, അങ്കിൾ അത് തേങ്ങാമരം, അത് കോക്കനട്ട് ട്രീ ശോഷിച്ചു പോയതാണ്, അതായത് മെലിഞ്ഞു പോയി ആഹാരമില്ലായിട്ട്. എങ്ങനെയുണ്ട്? അത് മരം കവുങ്ങായിരുന്നു. അടയ്ക്കാൻ മരമല്ലേ അത്? അവനറിയില്ല അടയ്ക്കാൻ മരം എന്താ, അടയ്ക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഈ പാക്കൊക്കെ എന്തിനാ, ഒന്നും അറിയില്ല. കാരണം അവരുടെ തെറ്റല്ല, അവിടെ അവർ ഫെമിലൈസേഷൻ ചെയ്തില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. അതല്ലേ മിസ്റ്റേക്ക്. കറക്റ്റാ? പിന്നെ നിങ്ങൾക്കറിയാം, ഇതിൽ പോയാലും ഒരു പാട്ടുണ്ട്, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു വാണ്ട് എന്നൊക്കെ പാടിക്കും. അവിടെ അവർക്ക് വേണ്ട പാട്ടൊന്നുമില്ല പാടുക. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ. പക്ഷെ ആ കുട്ടിക്ക് ഒരു ജനഗണമന പാടാൻ പറ്റുമോ? പറ്റൂല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഈയിടെ ഒരു ഗുജറാത്തിൽ ഒരു സ്റ്റീൽ പ്ലാന്റിൽ ഒരു ഇന്റർവ്യൂ നടന്നു. അതായത് 11 ആൺകുട്ടികളും 9 പെൺകുട്ടികളും വന്നവർ ഇന്റർവ്യൂവിന്. അപ്പം ഈ 11 ആൺകുട്ടികളെ എല്ലാവരും ഒന്നിച്ചു വിളിച്ചു ഇന്റർവ്യൂ ഓഫീസർ. നിരം നിർത്തും. അതിൽ 5-6 ആള് ടൈ എല്ലാം കെട്ടി വന്നിട്ട്, കോട്ടൊക്കെ നല്ല സൂട്ടൊക്കെ വന്നിട്ട് അവരോട് ടൈ അഴിക്കാൻ പറഞ്ഞു. ടൈ അഴിക്കാൻ വേണ്ടിട്ട് കമ്പനി അവർക്ക് ഓരോ ടൈ കൊടുത്ത് 11 പേർക്കും ഡബിൾ നട്ടിട്ട് ടൈ കെട്ടാൻ പറഞ്ഞു. അതിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 4 കുട്ടികളാണ് ടൈ കറക്റ്റാ കെട്ടിയത്. ഡബിൾ നട്ടിട്ട് കെട്ടാൻ പറഞ്ഞു, ഒരു കുട്ടിക്കും പറ്റിയില്ല. ഈവൻ ടൈ കെട്ടി വന്ന കുട്ടികൾക്ക് പോലും പറ്റിയില്ല. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ ആ കുട്ടിക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ടൈ കെട്ടുന്നത്, ടൈ ഒരു എലാസ്റ്റിക് കെട്ടി പെർമനന്റ് ആക്കി വെച്ചിരിക്കുക ലൈഫ് മൊത്തം, അപ് ടു ഡിഗ്രി വരെ. അതങ്ങ് എടുത്ത് ചാർത്തേക്കും. കോട്ട് ഷർട്ടിടും, അതിന് സമയം വേണ്ട, ഷർട്ടിടും അതെടുത്ത് കോച്ചും. അത് കെട്ടാറിയില്ല. കറക്റ്റാ? അവന് അതെന്തിന് ആരെ സിസ്റ്റമാണ്? ഏത് സിസ്റ്റം ഫെയിലാണ്? അല്ല, സിസ്റ്റം ഫെയിൽ അല്ല. കറക്റ്റാ? നെക്സ്റ്റ് വിളിച്ചു ആരെ? പെൺകുട്ടികളെ ഓരോരുത്തരായിട്ട് വിളിച്ചു. 9 പെൺകുട്ടികൾ. അതിൽ 9 പെൺകുട്ടികളോട് പറഞ്ഞു, ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു, ജനഗണമന നാഷണൽ ആന്തം പാടാൻ വേണ്ടി. അതിലെങ്ങനെയോ പറയുന്നു, എനിക്കറിയില്ല. 9 കുട്ടികളാണെന്ന് തോന്നുന്നു. 9 കുട്ടികൾ 4 കുട്ടികൾ കറക്റ്റാ പാടി പോലും നാഷണൽ ആന്തം. അത് തന്നെ വലിയ സംഭവം. 5 കുട്ടികൾ പാടിയില്ല. അപ്പൊ പലതരം തിരിച്ചയച്ചു ഒന്നും പറയുകയാണ് അവർക്ക്. പക്ഷെ എങ്ങനെയാണ് നമ്മളും സ്കൂളിൽ എങ്ങനെയാ പാടാ? എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാതെ. ലാസ്റ്റിലെ ജയ് ഹേ ജയ് ഹേ അത് മാത്രമൊക്കെ പാടും, ബാക്കിയൊന്നും നമ്മൾ പാടില്ല. നമുക്ക് അറിയില്ല, പാടിയെങ്കിലും അറിയാതെ. അതൊക്കെ സ്റ്റാർട്ട്. അതാ ഞാൻ ആ ടിങ്കിൾ ടിങ്കിൾ ആ പാട്ട് നിങ്ങളോട് പറയാൻ കാരണം, എന്ത് എവിടെ വേണം അത് നമ്മൾ പഠിപ്പിക്കാറില്ല. കറക്റ്റാ? കറക്റ്റല്ലേ? ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈവൻ ഈ ഗ്രാജുവേറ്റ് പാർട്ടി നിങ്ങൾക്കറിയാം. ഒരു ഗ്രാജുവേഷൻ വിളിച്ച് നിങ്ങളൊരു റെയിൽവേ റിസർവേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറയും, പറ്റൂല. ബാങ്ക് പോയിട്ട് ചലാൻ വാങ്ങി ബാങ്കിൽ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയും, നോ, നെവർ. അവിടെയാണ് പ്രശ്നം. സി, ആര് ഇതിന് ഉത്തരം പറയാം? ഹൂ ബെൽസ് ദി കാറ്റ്? അതാണ്, പൂച്ചയ്ക്ക് 6 മണി കിട്ടും. പറയൂ, നിങ്ങളെ പറയൂ. ഓക്കെ, താങ്ക് യു.